നമസ്കാരം. 2014-ലും 2013-ലും മോദി തരംഗത്തിൽ BJPക്ക് ഒരുപാട് സീറ്റുകൾ ഈ രാജ്യത്ത് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു തന്ത്രമൊരുക്കി മോദിയെ മാറ്റി നിർത്തി ഒരു യോഗി തരംഗം സൃഷ്ടിക്കാൻ സംഘപരിവാർ ശ്രമിച്ചിരുന്നു. യോഗിക്ക് വേണ്ടി പലയിടങ്ങളിലും ഫ്ലെക്സ് ബോർഡുകൾ വരെ കടന്നു വന്നിട്ടുണ്ട്. മോദിയെ മാറ്റി നിർത്തി യോഗിയെ തിരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം BJPയെ ഗുണം ചെയ്തിട്ടുണ്ടോ? അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്നത്. യോഗി തരംഗമുണ്ടാക്കി അതിലൂടെ BJPക്ക് വോട്ട് നേടാമെന്ന അണിയറയിൽ നടന്ന തന്ത്രങ്ങൾക്ക് കനത്ത തിരിച്ചടിയായിരുന്നു മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും നൽകിയത്. യോഗി പ്രചരണത്തിലിറങ്ങിയ 59% മണ്ഡലങ്ങളിലും കനത്ത തിരിച്ചടി തന്നെയായിരുന്നു BJPക്ക് ലഭിച്ചിട്ടുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തെയും വലിയ തിരിച്ചടി, അതായത് 2014-ലെ കണക്കുകൾ പ്രകാരം ഇങ്ങനെയൊരു തിരിച്ചടി നേരിടുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം മധ്യപ്രദേശിനെയും ഛത്തീസ്ഗഡിനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. അങ്ങനെ യോഗി ആദിത്യനാഥിനെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊണ്ടുവന്ന് നേട്ടം കൊയ്യാൻ ശ്രമിച്ച BJPക്ക് യോഗി ആദിത്യനാഥ് നൽകിയത് നല്ല പണി എന്ന് തന്നെ വേണം പറയാൻ. കാരണം മോദി തരംഗം അവസാനിച്ചെന്നും ഇനി യോഗി തരംഗമാണെന്നും പറയുന്ന സംഘപരിവാറിന് കൃത്യമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത് യോഗി പ്രചരണത്തിനിറങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് BJPക്ക് നേരിട്ടിട്ടുള്ളത്. മറിച്ച് കോൺഗ്രസിന് ഇത് ഉപകാരപ്രദമാവുകയും ചെയ്തു. അതിലേറ്റവും എടുത്തു പറയേണ്ടത് യോഗിയുടെ തീവ്ര നിലപാട് തന്നെയാണ്. ജാതീയതയിലേക്കുള്ള കടന്നുകയറ്റം യോഗി ആദിത്യനാഥിനെതിരെ തീർച്ചയായും യഥാർത്ഥ മനുഷ്യർ യോഗി ആദിത്യനാഥിനെതിരെ തിരിഞ്ഞു എന്ന് വേണം പറയാൻ. പക്ഷേ ജാതീയത എങ്ങനെയാണ് യോഗി ആദിത്യനാഥിനെ തിരിഞ്ഞു കൊത്തിയതെന്നും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലിറങ്ങിയ മണ്ഡലങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം വലിയ രീതിയിലുള്ള ജാതീയതയിലേക്കാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിനെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ദളിതനെ വലിയ രീതിയിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മധ്യപ്രദേശിലെ യോഗി ആദിത്യനാഥ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ഇത്തരത്തിൽ യോഗി ആദിത്യനാഥിന് തിരിച്ചടി നൽകാൻ വേണ്ടി തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്തവരും അക്കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ മോദി തരംഗം ഉണ്ടാക്കിയതുപോലെ ഒരു യോഗി തരംഗം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന് ഈ തിരഞ്ഞെടുപ്പുകൾ വ്യക്തമാക്കുന്നത് തീവ്ര നിലപാടോടുകൂടിയുള്ള ആളുകളെ, മനുഷ്യരെ മൃഗത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച ആളുകളെ മുന്നോട്ട് കൊണ്ടുവരുന്നത് BJPക്ക് വലിയ തിരിച്ചടി തന്നെയാണെന്നാണ് യോഗി ആദിത്യനാഥിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ഉണ്ടായിട്ടും കനത്ത രീതിയിലുള്ള പ്രഹരം BJPക്ക് സമ്മാനിച്ചതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.